പാർവതി. നമ്മൾ ചേലക്കരയിലേക്കാണ്. BJP-യിലെ തർക്കമാണ് പാലക്കാട് ചർച്ചയാകുന്നതെങ്കിൽ കോൺഗ്രസിലും തർക്കം രൂക്ഷമാണ്. നമ്മൾ ചേലക്കരയിലേക്ക് എത്തി നോക്കുമ്പോൾ ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വം പാളിയെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ രമ്യ ഹരിദാസിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ തീരുമാനമെന്നാണ് നേതാക്കളുടെ വിമർശനം. മണ്ഡലം കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ വിമർശനങ്ങളും പുറത്തുവന്നു. നമ്മൾ പാർട്ടി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ അതിന് പിന്നാലെ നമ്മൾ പോകാന്നുള്ളതാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി വളരെ മോശമായിരുന്നു. അത് 100% ഉറപ്പായിരുന്നു എല്ലാവർക്കും. അത് ഉള്ളിനുള്ളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് പാർട്ടി പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടി അവതരിപ്പിച്ചതും നമ്മുടെ KPCC അവതരിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് പിന്നെ അതിനെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അതാണ് അതിൻ്റെ യഥാർത്ഥം. ചേലക്കരയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പുകളിൽ വന്ന ചർച്ചകളും വിമർശനവുമാണിത്. സംഘടനാ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി പ്രവർത്തിച്ചു. എന്നിട്ടും തോൽക്കാൻ കാരണം സ്ഥാനാർത്ഥി നിർണയമാണ്. AICC-യുടെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം എതിർക്കാതെ സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി വളരെ മോശമായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റയാളെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റി. മണ്ഡലത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയ LDF-ഉം BJP-യും നേട്ടമുണ്ടാക്കിയതും ചൂണ്ടിക്കാട്ടി. ഭരണവിരുദ്ധ വികാരം വോട്ടാകാതിരുന്നത് സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രശ്നമാണ്. BJP-യും DMK-യും UDF-ന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിയെന്നും വിലയിരുത്തൽ. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച നേതൃത്വത്തിനും തോൽവിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവും സമ്മതിക്കുന്നു. തൃശൂരിലെ സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകൾ 1 വർഷത്തിനുള്ളിൽ പരിഹരിക്കുമെന്നും VD സതീശൻ. ഉറപ്പായിട്ടും തൃശ്ശൂരത്തെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകൾ, സംഘടനാ ദൗർബല്യങ്ങൾ മുഴുവൻ പരിഹരിച്ച് തൃശ്ശൂര് ഒരു 10-20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തൃശ്ശൂർ? UDF-ന്റെ കോട്ടയായിരുന്നു. ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ 1 വർഷം കൊണ്ട് ആ തൃശ്ശൂർ ജില്ലയിൽ എത്തി. സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ചയില്ലെന്നും ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നുമാണ് KPCC അധ്യക്ഷന്റെ വിശദീകരണം. ഒരു വീഴ്ചയും വന്നിട്ടില്ല. നല്ല സ്ഥാനാർത്ഥിയാണ്. ജനങ്ങൾക്ക് ഹിതകരമായിരുന്നു. അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരം ചേലക്കരയിൽ പ്രതിഫലിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷം പ്രഖ്യാപിച്ചത്. UDF-ന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ പോലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തത് നേതൃത്വം പരിശോധിക്കേണ്ടി വരും. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന വിമർശനത്തിനും കോൺഗ്രസ് നേതൃത്വം ഉത്തരം നൽകേണ്ടി വരും. ചേലക്കരയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.